ഇത് പാലക്കാട് ആലത്തൂരുള്ള ബോധി യോഗ സെൻറ്റർ. കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഞാനും പങ്കെടുത്ത്. അപ്പോൾ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ നേരെ സ്കൂളിലേക്ക് പോകുന്നതാണ്. ഇതേപോലത്തെ ഒരുപാട് ക്യാമ്പുകളൊക്കെ അവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഈ സെൻറ്ററിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് പോകണമെങ്കിൽ ആലത്തൂർ ബോധി യോഗ സെൻറ്ററിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. അവിടെ ആർക്ക് വേണമെങ്കിലും വരാം, അവിടെ വന്നിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കും. പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നാളെ ഫൈനൽ പേരൻസിന് തരാൻ പറ്റും. അപ്പോൾ നാളെ ഫൈനൽ ലിസ്റ്റ് കൊടുക്കണം. ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും നാളെ ഫൈനൽ ലിസ്റ്റ് കൊടുക്കണം കേട്ടോ. കുറച്ചു നേരം സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ മനോഹരമായൊരു ഇടമാണ് ബോധി യോഗ സെൻറ്റർ. തീർച്ചയായിട്ടും ഇതിൽ പാസ് ചെയ്ത് പോകണമെങ്കിൽ കയറാം. ചില സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്രകൃതിദത്തമായിട്ടുള്ള ഫുഡൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില സമയത്തേ ഉള്ളൂ കേട്ടോ, എപ്പോഴൊന്നുമില്ല. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ക്യാമ്പുകളൊക്കെ നടക്കാറുണ്ട്, പല യോഗ ക്ലാസ്സുകൾ നടക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആലത്തൂർ വന്നിറങ്ങി ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ബോധി യോഗ സെൻറ്ററിൻ്റെ ലൊക്കേഷൻ ഇട്ടാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് എത്തിച്ചേരാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പാസ് ചെയ്തൊക്കെ പോകണമെങ്കിൽ സ്വല്പം നേരം ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. കാടുമലാകാലും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലാകാലും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. പേരു കേട്ടൊരു വേളയതുണ്ടല്ലോ, പേരു കേട്ടൊരു വേളയതുണ്ടല്ലോ, നെന്മാറവല്ലജ്ഞാഘോഷവേള. പേരു കേട്ടൊരു വേളയതുണ്ടല്ലോ, പേരു കേട്ടൊരു വേളയതുണ്ടല്ലോ, നെന്മാറവല്ലജ്ഞാഘോഷവേള. കാടുമലാകളും കൂടി പിണയുന്ന, കാടുമലാകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്.